നമസ്കാരം. ഷിരൂർ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിലെ ചാനൽ റിപ്പോർട്ടിംഗ് രീതിയിൽ ഉയരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം മുറുകിയതോടെയാണ് റിപ്പോർട്ടിംഗ് രീതിക്കെതിരെയും വിമർശനം ഉയരാൻ ഇടയാക്കുന്നത്. ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ചാനലും 24 ന്യൂസ് ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും അടക്കം എല്ലാവരും തന്നെ ഷിരൂർ റിപ്പോർട്ടിംഗ് മത്സരമാക്കുകയായിരുന്നു. ദുരന്തമുഖത്തേക്കുള്ള മലയാള മാധ്യമങ്ങളുടെ കടന്നുകയറ്റം ഏറെ ചർച്ചകൾക്ക് വഴി തുറക്കുകയുണ്ടായി. റിപ്പോർട്ടർ ചാനലിന്റെ മൊട്ട അരുണിനെ സംഭവ സ്ഥലത്ത് നിന്നും ഓടിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ മഴയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ഓടിച്ചിട്ടും പുഴയ്ക്കക്കരെ പോയി ക്യാമറ സൂം ചെയ്ത് വീണ്ടും ശല്യക്കാരനാകുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ കച്ചവടവും മത്സരവുമാക്കിയത് റിപ്പോർട്ടർ ചാനൽ ആയിരുന്നു എന്ന ആക്ഷേപവും ശക്തമാവുകയാണിപ്പോൾ. ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, മനോരമ, മാതൃഭൂമി എല്ലാം തന്നെ ദുരന്തഭൂമിയിൽ പക്വത കാട്ടി. റിപ്പോർട്ടറുടെ വൈറലാക്കാനുള്ള കൊതി മാധ്യമപ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് തുരത്താൻ കാരണമായി എന്ന് മാത്രമല്ല, സംഭവം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം മറ്റു മാധ്യമങ്ങൾക്ക് ഇല്ലാതെയുമാക്കി. മനുഷ്യൻ ഇല്ലാതാകുന്ന ദുരന്തമുഖത്തും വാർത്താ വൈറൽ രോഗികൾ എന്നും വിമർശനമുയരുകയാണ്. ഇപ്പോഴിതാ ഇതിനെതിരെ രംഗത്ത് വരികയാണ് സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ്. ഷിരൂരിൽ നടക്കുന്നത് തേർഡ് റേറ്റഡ് ജേർണലിസമാണ് എന്ന് അഞ്ജു വിമർശിച്ചു. വൈകാരികതയും ഡോഗ് ഷോയും സമാസമം അരച്ചു ചേർത്ത കേരള മോഡൽ എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഒരു അത്യാഹിതം മുൻനിർത്തി ഡോഗ് ഷോ കാണിച്ച് റെസ്ക്യൂ ഓപ്പറേറ്ററാണ് താനെന്ന് വീമ്പ് പറച്ചിൽ അപ്പാടെ ഒപ്പിയെടുത്ത തേർഡ് റേറ്റഡ് ജേർണലിസം എന്നും അഞ്ജു കുറ്റപ്പെടുത്തി. അഞ്ജുവിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: വൈകാരികതയും ഡോഗ് ഷോയും സമാസമം അരച്ചു ചേർത്ത കേരള മോഡൽ രക്ഷാപ്രവർത്തനം കൊണ്ടുണ്ടായ ഏക ഫലം 3-4 ദിവസം കൊണ്ട് കണ്ടെത്തുമായിരുന്ന ട്രക്ക് 9 ദിവസം വൈകി കണ്ടെത്തി എന്നതാണ്. സത്യത്തിൽ ചോദ്യം ചെയ്യേണ്ടത് സെന്റിമെന്റ്സ് ഇറക്കി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഗതി തിരിച്ചുവിട്ട 3-4 പഹയന്മാരെയും അവർ പറയുന്നത് അപ്പാടെ വിഴുങ്ങിയ മാപ്രകളെയുമാണ്. അതിനിടയിൽ പുഴുങ്ങിയെടുത്ത രാഷ്ട്രീയ ട്രപ്പീസ് കളികളും. അപ്പോൾ ആ GPRS, ഫോൺ ഓൺ സംഗതികളൊക്കെ എന്തിനായിരുന്നു? ഈ ട്രക്ക് കണ്ടെത്തൽ വൈകിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. വൈകാരികമായി തകർന്നു നിന്ന ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചതും കരയിൽ തന്നെ ട്രക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിപ്പിച്ചതും അതിന്റെ പേരിൽ അവരെ കൊണ്ട് കർണാടക സർക്കാരിനെയും ഇന്ത്യൻ ആർമിയെയും തള്ളിപ്പറയിച്ചതും എന്തിനായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. ഒരു അത്യാഹിതം മുൻനിർത്തി ഡോഗ് ഷോ കാണിച്ച് പേരെടുക്കാൻ വന്നവന്മാരുടെ പേക്കൂത്ത് കാരണം അവർക്ക് സംഭവിച്ചത് നഷ്ടങ്ങൾ മാത്രമാണ്. ഇന്നലെ കൂടി ഇസ്രയേലി ആവർത്തിച്ചു പറഞ്ഞത് ട്രക്ക് കരയിലുണ്ട് എന്നാണ്. ഡ്രിൽ ചെയ്താൽ കണ്ടെടുക്കാൻ കഴിയുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ത്യൻ ആർമി NDRFനേക്കാളും മുന്നിൽ നിൽക്കുന്ന റെസ്ക്യൂ ഓപ്പറേറ്ററാണ് താനെന്ന് വീമ്പ് പറച്ചിൽ അപ്പാടെ ഒപ്പിയെടുക്കുന്ന തേർഡ് റേറ്റഡ് ജേർണലിസം. ഇങ്ങനെയായിരുന്നു അഞ്ജുവിന്റെ പോസ്റ്റ്.